വെൽക്കം ടു ആഷൻ ലിറ്ററേച്ചർ. ബിബാസ് എന്ന് എഴുതിയ സീറോ സം ഗെയിമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതൊരു ഷോർട്ട് സ്റ്റോറി ആണെങ്കിൽ പോലും വളരെ കോംപ്ലക്സ് ആയിട്ടാണ് ഇത് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രത്തോളം ഇത് സിമ്പിളാക്കാൻ പറ്റുമോ അങ്ങനെയാണ് ഞാനിതിവിടെ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ഓവർവ്യൂ ആദ്യമേ നോക്കാമേ. സീറോ സം ഗെയിം ബൈ ബിബാസ്. This is a short story that mixes real world issues, humor and a serious message. ഇത് ആക്ച്വലി ഒരു ഷോർട്ട് സ്റ്റോറിയാണ് കേട്ടോ. ഇതിൽ റിയൽ വേൾഡിൽ ശരിക്കും നമ്മുടെ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. കുറച്ച് തമാശകൾ കാണാം, ഒപ്പം വളരെ സീരിയസ് ആയൊരു മെസ്സേജും ഈ ഷോർട്ട് സ്റ്റോറി തരുന്നു. It shows how big decisions made by powerful countries can affect ordinary people in a small town in India. വലിയ വലിയ ആളുകൾ അല്ലേ, പവർഫുള്ളായ കൺട്രീസ് എടുക്കുന്ന തീരുമാനങ്ങൾ എങ്ങനെ ഒരു സാധാരണ രാജ്യമായ ഇന്ത്യയിലെ ചെറിയ ഒരു ടൗണിൽ താമസിക്കുന്ന ആളുകളെ പോലും ബാധിക്കുന്നു എന്നാണ് ഈ കഥ കാണിച്ചു തരുന്നത്. ദ സ്റ്റോറി ഈസ് സ്മാർട്ട്, ഫണി. ഓക്കെ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയ സ്റ്റോറിയാണ്. ഇതിൽ കുറേ തമാശകളും കാണാം, പക്ഷേ ആൻഡ് ഓൾസോ അ ലിറ്റിൽ സാഡ് ഇൻ ദ എൻഡ്. അവസാനം എന്നാൽ ഒരു ഹാപ്പി എൻഡിങ് ആണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ അതാണ് ഈ സ്റ്റോറിയെക്കുറിച്ചൊരു ഓവർവ്യൂ. മെയിൻ ക്യാരക്ടർ ആൻഡ് ഹിസ് വറി. ഇതിൽ മെയിൻ ക്യാരക്ടർ ആരാണെന്ന് നോക്കാം. കൂടാതെ അയാളെ എന്തൊക്കെയോ അലട്ടുന്നുണ്ടല്ലേ, എന്താണ് പ്രശ്നമെന്ന് നമുക്ക് നോക്കാം. ദ മെയിൻ ക്യാരക്ടർ ഓഫ് ദ സ്റ്റോറീസ് ശിവ് പ്രസാദ് തിവാരി. നമ്മുടെ പ്രോട്ടഗണിസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് ശിവ് പ്രസാദ് തിവാരിയാണ്. അപ്പോൾ നിങ്ങളുടെ ആൻസേഴ്സിൽ നമ്മുടെ പ്രൊട്ടഗണിസ്റ്റിൻ്റെ പേര് കൂടി ചേർക്കാൻ നോക്കൂ ഫോർ സ്കോറിംഗ് ഗുഡ് മാർക്സ്. He is an old man who runs a small newspaper called Kisanganj Samachar in a town called Kisanganj. അപ്പോൾ ഇദ്ദേഹം ഒരു ചെറിയ ന്യൂസ് പേപ്പർ കമ്പനിയൊക്കെ നടത്തുന്ന ആളാണ്. ന്യൂസ് പേപ്പറിൻ്റെ പേര് കിസാൻഗഞ്ച് സമാചാർ എന്നാണ്. അവരുടെ ടൗണിൻ്റെ പേരിനോട് കൂട്ടി തന്നെയാണ് ഈ പത്രത്തിനും പേരിട്ടിരിക്കുന്നത്. ഹി ഈസ് നോട്ട് വെരി റിച്ച് ഓർ പവർഫുൾ. ശ്രദ്ധിക്കണം, അയാൾ ധനികനോ വളരെ ശക്തനായ മനുഷ്യനൊന്നും അല്ല കേട്ടോ. ബട്ട് ഹീ സ്മാർട്ട് ആൻഡ് വെരി അവെയർ ഓഫ് വേൾഡ് ഇവൻറ്റ്സ്. അയാൾ നല്ല സ്മാർട്ടാണ്. കൂടാതെ ഈ ലോകത്ത് എന്തൊക്കെ നടക്കുന്നു എന്നതിനെക്കുറിച്ച് അയാൾ നല്ല ബോധവാനാണ്. വൺ ഡേ, ഒരു ദിവസം, തിവാരി റീഡ്സ് അബൌട്ട് an international trade law called TRIPS, which is part of something called GATT. ഒരിക്കൽ ഇദ്ദേഹം എന്തിനെക്കുറിച്ച് അറിയാൻ ഇടവന്നു? ഒരു ട്രേഡ് ലോ, ഇൻ്റർനാഷണൽ ട്രേഡ് ലോ, രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു ട്രേഡ് ലോയെക്കുറിച്ച് അയാൾ അറിയാനിടയായി. ഗാട്ട് നിയമം. These are agreements between countries, especially rich and powerful ones like the USA. ഇത് ശരിക്കും എന്താണ് ഈ ഗാട്ട് എന്ന് പറയുന്നത്? എഗ്രിമെൻ്റ് ആണ് കൺട്രികൾ തമ്മിൽ, പ്രത്യേകിച്ച് വളരെ ശക്തരായ കൺട്രികൾ തമ്മിൽ. USA പോലെ. എന്തിനു വേണ്ടിയിട്ടാണ് ഈ എഗ്രിമെൻറ്റ്? ടു കൺട്രോൾ തിങ്സ് ലൈക്ക് സീഡ്സ്, മെഡിസിൻ ആൻഡ് ടെക്നോളജി. ഇത് മൂന്നും കൺട്രോൾ ചെയ്താൽ പിന്നെ വേറെ എന്താ വേണ്ടത് അല്ലേ? ഈ ട്രേഡ് ലോയിൽ എന്തൊക്കെ കൺട്രോൾ ചെയ്യപ്പെടുന്നു? സീഡ്സും മെഡിസിനും ടെക്നോളജിയും. ദീസ് എഗ്രിമെൻറ്റ്സ് സേ ദാറ്റ് പീപ്പിൾ ക്യാൻ ഓൺ സെർട്ടൻ തിങ്സ് ലൈക്ക് സീഡ് വെറൈറ്റീസ് ഓർ മെഡിസിൻസ് ബിക്കോസ് ദേ ഇൻവെൻറ്റഡ് ദെം. ഓക്കെ, അപ്പോൾ ഇവർ പറയുന്നത് ചില സീഡുകൾ അല്ലെങ്കിൽ ചില വെറൈറ്റികൾ ചില ആളുകൾക്ക് വികസിപ്പിച്ചെടുക്കാനും അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വവും ഓണർഷിപ്പും അവർക്ക് നേടിയെടുക്കാൻ കഴിയും. അവകാശവും ചില ആളുകളുടെ കയ്യിൽ ഒതുക്കപ്പെടും. അതാണ് ഈ ഒരു നിയമത്തിൻ്റെ പ്രശ്നം. ദിസ് മേക്സ് തിവാരി വെരി ആംഗ്രി. ഇത് തിവാരിയിൽ നല്ല ദേഷ്യം ഉണ്ടാക്കി കേട്ടോ. വൈ? എന്തിനാ തിവാരി ദേഷ്യപ്പെടാൻ കാരണം? ബിക്കോസ് ഫാമേഴ്സ് ഇൻ ഇന്ത്യ like his own ancestors have been growing crops and developing seeds for generations. ഇദ്ദേഹത്തിൻ്റെ ആൻസസ്റ്റേഴ്സ് ഉൾപ്പെടെ ഇന്ത്യയിലെ എല്ലാ ഫാമേഴ്സും തലമുറകളായി സീഡുകൾ ഡെവലപ്പ് ചെയ്ത് കൃഷി ചെയ്യുന്നവരാണല്ലേ. നൗ ഇപ്പോൾ ഇഫ് ദിസ് ന്യൂ ലോസ് സേ that big companies can own those seeds and sell them at high prices, Indian farmers will suffer. എന്നാൽ ഇപ്പോൾ എന്താണ് പറയുന്നത്? വലിയ വൻകിട കമ്പനികൾക്ക് ഈ സീഡുകൾ ഉൽപ്പാദിപ്പിച്ച് അത് വലിയ പൈസയ്ക്ക്, നല്ല വിലയ്ക്ക് അത് സെല്ല് ചെയ്യാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ഈ ഫാമേഴ്സ് കഷ്ടപ്പെടും അല്ലേ? അവരെങ്ങനെ കൃഷി ചെയ്യും? വലിയ വില കൊടുത്ത് ഈ വിത്തുകൾ വാങ്ങേണ്ടതായി വരും. ദേ മേ നോട്ട് ബി ഏബിൾ ടു അഫോർഡ് സീഡ്സ് എനിമോർ. ഇത് ഒരിക്കലും ഈ തുക ഒരിക്കലും അവർക്ക് താങ്ങാൻ കഴിയില്ല. തിവാരീസ് ബ്രില്യൻറ്റ് ഐഡിയ. ആ സമയത്ത് തിവാരി എന്ത് ചെയ്തു? ഒരു അടിപൊളി ഐഡിയയുമായിട്ട് വന്നു. എന്താ നോക്കാം. ടു ഫൈറ്റ് ബാക്ക്, തിരിച്ചടിക്കാനായി തിവാരി റൈറ്റ്സ് എ ഫണ്ണി ബട്ട് പവർഫുൾ ആർട്ടിക്കിൾ ഇൻ ഹിസ് ന്യൂസ് പേപ്പർ. നമ്മൾ പറഞ്ഞാൽ തിവാരിക്ക് ഒരു ന്യൂസ് പേപ്പർ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്തു? ഈ ന്യൂസ് പേപ്പറിൽ തിവാരി എന്ത് ചെയ്തു? ഒരു ആർട്ടിക്കിൾ എഴുതി. വളരെ ഫണ്ണി ആയിട്ട് ഒരു കോമഡി രീതിയിലാണ് എഴുതിയത്, പക്ഷേ അതിലൊരു പവർഫുൾ മെസ്സേജ് ഉണ്ടായിരുന്നു. ആ മെസ്സേജ് എന്താണെന്ന് പറയാം. ഹി സെയ്സ്, അദ്ദേഹം എന്താണ് അതിലെഴുതി? ഇഫ് അമേരിക്ക ക്യാൻ ക്ലെയിം ദ റൈറ്റ്സ് ഓവർ സീഡ്സ് ദെൻ ഇന്ത്യ ഷുഡ് ക്ലെയിം ദ റൈറ്റ്സ് ഓവർ സീറോ. അമേരിക്കയ്ക്ക് വിത്തുകളുടെ അവകാശത്തെക്കുറിച്ച് പറയാമെങ്കിൽ ഇന്ത്യക്ക് സീറോയുടെ അവകാശത്തെക്കുറിച്ചും പറഞ്ഞുകൂടെ, അവകാശപ്പെട്ടൂടെ? കാരണം എന്താണ്? ബിക്കോസ് സീറോ വാസ് ഇൻവെൻറ്റഡ് ബൈ എൻ ഇന്ത്യൻ. അതെ, സീറോ കണ്ടെത്തിയത് ഒരു ഇന്ത്യക്കാരനാണ് അല്ലേ. ആരാണ്? ദ ഗ്രേറ്റ് മാത്തമാറ്റീഷ്യൻ ആര്യഭട്ട. അമേരിക്കയ്ക്ക് ഉൽപ്പാദിപ്പിക്കുന്ന വിത്തിൻ്റെ അവകാശം സ്വന്തമാക്കാമെങ്കിൽ സീറോയുടെ അവകാശം ഇന്ത്യക്കും സ്വന്തമാക്കാമല്ലോ എന്നതാണ് അദ്ദേഹം ആ ആർട്ടിക്കിളിൽ ചോദിച്ചത്.
Tiwari writes that every time someone in the world uses zero, they should pay money to India. ഓക്കെ, ഇവർ നിർമ്മിക്കുന്ന സീഡ് യൂസ് ചെയ്യുന്ന സമയത്ത് ഫാമേഴ്സ് ഹൈ പ്രൈസ് കൊടുക്കണം അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇന്ത്യ നിർമ്മിച്ച സീറോ ഉപയോഗിക്കുമ്പോൾ ലോകമെമ്പാടുമുള്ള ആളുകൾ ഇന്ത്യക്ക് പണം കൊടുക്കട്ടെ എന്ന് അയാൾ പറഞ്ഞു. ദിസ് ഈസ് ഹിസ് വേ ഓഫ് മോക്കിംഗ് ദ അൺഫെയർ ട്രേഡ് റൂൾസ്. നീതിയുക്തമല്ലാത്ത ട്രേഡ് നിയമങ്ങൾക്കെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കളിയാക്കുന്ന രീതിയായിരുന്നു ഇത്. ദ ഹോൾ കൺട്രി റിയാക്ട്സ്. പക്ഷെ വിചാരിച്ച പോലെയല്ല, ഇതിനോട് പ്രതികരിച്ചു. സർപ്രൈസിംഗ്ലി, അത്ഭുതകരം എന്ന് പറയട്ടെ, പീപ്പിൾ ഓൾ ഓവർ ഇന്ത്യ സ്റ്റാർട്ട് റീഡിങ് തിവാരീസ് ആർട്ടിക്കിൾ. ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങളും തിവാരിയുടെ ആർട്ടിക്കിൾ വായിക്കാൻ തുടങ്ങി. ബിഗ് ന്യൂസ് പേപ്പേഴ്സ് റീപബ്ലിഷ് ഇറ്റ്. വലിയ വലിയ ന്യൂസ് പേപ്പേഴ്സ് എന്ത് ചെയ്തു? ഇത് റീപബ്ലിഷ് ചെയ്യാൻ തുടങ്ങി, വീണ്ടും അത് പബ്ലിഷ് ചെയ്തു. പൊളിറ്റീഷ്യൻസ് ടോക്ക് അബൌട്ട് ഇറ്റ് ഇൻ പാർലമെൻറ്റ്. പാർലമെൻറ്റിൽ പോലും പൊളിറ്റീഷ്യൻസ് ഇതിനെക്കുറിച്ച് സംസാരിച്ചു. സംസേ, ചിലർ പറഞ്ഞു, യെസ് വി ഷുഡ് ടേക്ക് പ്രൈഡ് ഇൻ അവർ കൾച്ചർ. അതേഴ്സ് സേ ദിസ് ഷോസ് ഹൗ അൺഫെയർ ദ റിച്ച് കൺട്രീസ് ആർ. എല്ലാവരും അവരവരുടെ അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങി അല്ലേ? നമ്മൾ നമ്മുടെ കൾച്ചറിൽ അഭിമാനിക്കണം, റിച്ചായ കൺട്രീസ് എത്ര നീതിരഹിതമായാണ് മറ്റുള്ളവരോട് പെരുമാറുന്നത്, അങ്ങനെ തുടങ്ങി എല്ലാവരുടെയും അഭിപ്രായങ്ങൾ പുറത്തേക്ക് വരാനായി തുടങ്ങി. ദി ഐഡിയ ബിക്കംസ് വെരി പോപ്പുലർ. അങ്ങനെ ഈ ഒരു ഐഡിയ വളരെ പോപ്പുലറായി. ദ വേൾഡ് ടേക്സ് നോട്ടീസ്. ഇത് ഇന്ത്യയിൽ വൈറലായി നമ്മൾ പറഞ്ഞല്ലേ, അതെങ്ങോട്ടേക്കും വ്യാപിച്ചു, ലോകമെമ്പാടും. ഈവൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നോട്ടീസസ് ദിസ് ആൻഡ് ഇസ് നോട്ട് ഹാപ്പി. അവസാനം ഇത് എവിടെ എത്തി? യെസ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെത്തി. തീർച്ചയായും ദേ വർ നോട്ട് ഹാപ്പി. അവർ ഹാപ്പി ആയിരുന്നില്ല. ദേ ഡോണ്ട് വാണ്ട് ട്രബിൾ വിത്ത് ഇന്ത്യ. അവർക്ക് ഇന്ത്യയുമായിട്ടൊരു പ്രശ്നത്തിന് അവർക്ക് താല്പര്യമില്ലായിരുന്നു. സോ ബോത്ത് കൺട്രീസ് ടോക്ക് ആൻഡ് ഫൈനലി മേക്ക് എ ഡീൽ. അതുകൊണ്ട് ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ സംസാരിച്ചു, അവസാനം ഒരു തീരുമാനത്തിലെത്തി. നോക്കാം. ഇന്ത്യ എഗ്രീസ് നോട്ട് ടു ആസ്ക് ഫോർ മണി ഫോർ യൂസിങ് സീറോ. ഓക്കെ, സീറോയ്ക്ക് വേണ്ടി, സീറോ യൂസ് ചെയ്യുന്നതിന് പണം ഒന്നും വേണ്ട എന്ന് ഇന്ത്യ പറഞ്ഞു അല്ലേ? അവർ തീരുമാനിച്ചു. ഇൻ റിട്ടേൺ തിരിച്ച് അമേരിക്ക അഗ്രീസ് ടു മേക്ക് സം ചേഞ്ചസ് ഇൻ ദ ട്രേഡ് ലോ സോ ഇന്ത്യൻ ഫാമേഴ്സ് വോണ്ട് സഫർ ടു മച്ച്. അതിന് പകരമായിട്ട് ഈ ട്രേഡ് നിയമങ്ങളിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്താൻ ആര് സമ്മതിച്ചു? US. അതാവുമ്പോൾ ഇവിടുത്തെ നമ്മുടെ ഇന്ത്യൻ ഫാമേഴ്സ് ഒത്തിരി കഷ്ടപ്പെടേണ്ടി വരില്ല. അങ്ങനെയുള്ള ചില മാറ്റങ്ങൾ അതിൽ വരുത്തി. തിവാരി ഈസ് ഹാപ്പി അറ്റ് ഫസ്റ്റ്. ഓക്കെ, തിവാരി വളരെ സന്തോഷവാനായി. കാരണം എന്താണ്? തൻ്റെ ഒരു ആർട്ടിക്കിൾ കൊണ്ടാണല്ലോ ഇത്ര വലിയൊരു മാറ്റം, രാജ്യങ്ങൾ തമ്മിൽ ഒരു ഡീൽ വരെ നടത്തി. സോ തിവാരി വളരെ ഹാപ്പി ആയിരുന്നു. ബട്ട് ദെൻ ദ ട്വിസ്റ്റ്. അപ്പോഴാണ് ഒരു ട്വിസ്റ്റ് നടന്നത്. ലേറ്റർ തിവാരി ലേൺസ് ദാറ്റ് ടു ഗെറ്റ് ദിസ് ബെനിഫിറ്റ് the Indian government has removed subsidies on things like electricity and water. ബെനിഫിറ്റ് അല്ലേ? ബെനിഫിറ്റ് അവിടെ പ്രത്യേകമായി ഇൻവേർട്ടഡ് കോമേഴ്സിൽ എഴുതി കാണാം. കാരണം എന്താണ്? അതൊന്ന് ആക്കി പറഞ്ഞേക്കുന്ന. ശരിക്കും ബെനിഫിറ്റ് കിട്ടിയോ നമുക്ക്? ഇല്ല. US-ൻ്റെ നോട്ടത്തിൽ എന്താണ്? നമുക്ക് ബെനിഫിറ്റ് കിട്ടി അല്ലേ? ഞാൻ നേരത്തെയും പറഞ്ഞു ഫാമേഴ്സിന് ഇപ്പോൾ വലിയ കഷ്ടപ്പാടില്ലാതെ എന്ന്. പക്ഷേ എന്താ ഇവിടെ ശരിക്കും സംഭവിച്ചത്? ഇന്ത്യൻ ഗവൺമെൻറ് എന്ത് ചെയ്തു? ഇലക്ട്രിസിറ്റിയിലും വാട്ടറിലുമുള്ള ഈ സബ്സിഡി എടുത്തു കളയേണ്ടതായി വന്നിട്ടുണ്ടായിരുന്നു ഈ ബെനിഫിറ്റ്സ് കിട്ടാൻ വേണ്ടി. പക്ഷേ എന്താണ് ശരിക്കും അവിടെ സംഭവിച്ചത്? ദിസ് മീൻസ് ഫാമേഴ്സ് നൗ ഹാവ് ടു പേ മോർ മണി ഫോർ ഫാമിംഗ്. ഇപ്പോഴും ആരാണ് കഷ്ടത്തിലായിരിക്കുന്നത്? ഫാമേഴ്സ് തന്നെ. ഇപ്പോഴും അവർ കൂടുതൽ പണം കൊടുക്കേണ്ടതായുണ്ട്, സബ്സിഡി എടുത്ത് കളഞ്ഞതുകൊണ്ട്. സോ ഈവൻ ദോ ദേ ക്യാൻ ബൈ സീഡ്സ്, ദേ സ്പെൻഡ് മോർ ഓൺ അതർ തിങ്സ്. ഓക്കെ, ഇപ്പോൾ അവർക്ക് സമാധാനത്തോടെ അല്ലെങ്കിൽ വലിയ പ്രൈസ് കൊടുക്കാതെ അവർക്ക് വിത്തുകൾ വാങ്ങാം. പക്ഷേ എന്താണ്? അപ്പം മറ്റുള്ള കാര്യങ്ങൾ ഇവർ കൂടുതലായി ചിലവഴിക്കേണ്ടതായി വരുന്നു. ഇൻ ദ എൻഡ് നത്തിങ് ഈസ് റിയലി ഗെയിൻ. അവസാനം നമുക്ക് എന്ത് തന്നെ പറയാം? ഒന്നും നമുക്ക് ഗെയിൻ ചെയ്യാനൊന്നും കഴിഞ്ഞിട്ടില്ല, ഒന്നും കിട്ടിയിട്ടില്ല. ദാറ്റ് ഈസ് വൈ ദ സ്റ്റോറി ഈസ് കോൾഡ് സീറോ സം ഗെയിം. അതുകൊണ്ട് തന്നെയാണ് ഈ സ്റ്റോറി എന്ത് പേര് കൊടുത്തിരിക്കുന്നത്? സീറോ സം ഗെയിം. ഈ സീറോ സം ഗെയിം എന്ന് വെച്ചാൽ എന്താ ശരിക്കും അർത്ഥം എന്നറിയോ? ഈ വൺ പേഴ്സൺ വിൻ സംതിങ് അനദർ ലോസസ് ദ സെയിം എമൗണ്ട്. ഓക്കെ, സീറോ സം ഗെയിം എന്ന് വെച്ചാൽ എന്താ? ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം നേടുമ്പോൾ അത് മറ്റേയാളുടെ ലോസ് ആണല്ലേ? അതിനെയാണ് സീറോ സം ഗെയിം എന്ന് പറയുന്നത്. ഒരാൾ എന്തൊരു കാര്യം നേടിയാലും അത് മറ്റൊരു വ്യക്തിയുടെ ലോസാണ്, നഷ്ടമാണ്. അപ്പോൾ അതുതന്നെയാണ് ഇവിടെയും നടന്നിരിക്കുന്നത്. സീറോ എന്നൊരു വേർഡ് കൂടി ശ്രദ്ധിക്കണേ. ഈ കഥയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സാധനമാണ് സീറോയും. അത് വളരെ ബ്രില്യൻ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഇൻ ദിസ് സ്റ്റോറി ദ വിൻ ആൻഡ് ദ ലോസ് ക്യാൻസൽ ഈച്ച് അതർ ഔട്ട്. അപ്പോൾ ഇവിടെ ലാഭവും ഇല്ല, നഷ്ടവും ഇല്ല. തീംസ് ഇൻ ദ സ്റ്റോറി. ഇതിലെ മെയിൻ തീംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഗ്ലോബൽ വേഴ്സസ് ലോക്കൽ. വാട്ട് ഹാപ്പൻസ് ഇൻ ബിഗ് കൺട്രീസ് ക്യാൻ ഹേർട്ട് സ്മോൾ ടൗൺസ്. അതെ, വലിയ വലിയ ഇൻ്റർനാഷണൽ ലെവലിലുള്ള തീരുമാനങ്ങൾ പോലും ചെറിയൊരു കൺട്രിയിൽ ചെറിയൊരു ടൗണിനെ പോലും ബാധിക്കും. പ്രൈഡ് ഇൻ ഇന്ത്യൻ കൾച്ചർ. ഇന്ത്യ ഗേവ് ദ വേൾഡ് മെനി ഗ്രേറ്റ് ഐഡിയാസ് ലൈക്ക് സീറോ. അതെ, ഇന്ത്യൻ കൾച്ചർ, അതിനെക്കുറിച്ചൊക്കെ അഭിമാനിക്കാനുള്ള ചില നിമിഷങ്ങളും സ്റ്റോറി തരുന്നു. അൺഫെയർ ട്രേഡ്. റിച്ച് കൺട്രീസ് മേക്ക് റൂൾസ് ദാറ്റ് ഹെൽപ്പ് ദം ആൻഡ് ഹേർട്ട് അതേഴ്സ്.
പൊതുവേ റിച്ച് കൺട്രീസിൻ്റെ തീരുമാനങ്ങൾ എങ്ങനെയായിരിക്കും? അൺഫെയർ തന്നെയാണ്. അവരുടെ ലാഭം മാത്രം നോക്കി മറ്റുള്ളവരെ അവർ ഉപദ്രവിച്ചാലും അവർക്കത് പ്രശ്നമല്ല. സ്മാർട്ട് പ്രൊട്ടസ്റ്റ്. ഈവൻ എ സ്മോൾ ന്യൂസ് പേപ്പർ ക്യാൻ ചാലഞ്ച് എ ബിഗ് സിസ്റ്റം. നമുക്കറിയാം, ഹിസ്റ്ററി നോക്കിയാലും നമുക്കറിയാം, ഒരു ന്യൂസ് പേപ്പറിനോ അല്ലെങ്കിൽ ഒരു സ്പീച്ചിനോ പോലും വലിയ വലിയ തീരുമാനങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ഇവിടെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ പ്രതികരിച്ചതുകൊണ്ട് മാത്രമാണ്. even if it is a small protest. Irony. In the end, even the win is not really a win. അതെ, ഇവിടെ നമുക്കൊരു അയണി കാണാം. നമ്മൾ വിചാരിക്കും, ഓക്കെ, നമ്മൾ വിജയിച്ചു, നമ്മൾ ഒരു ആർട്ടിക്കിൾ ഉപയോഗിച്ചു, അങ്ങനെ അത് ചർച്ചാ വിഷയമായി, അവസാനം വിജയം നമ്മുടേത് എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ആണോ? അല്ല, കാര്യങ്ങൾ നേരെ തിരിഞ്ഞാണ് സംഭവിച്ചത്, അല്ലേ? അപ്പോൾ നമുക്ക് ഇത് കൺക്ലൂഡ് ചെയ്തുകൊണ്ട് എന്ത് പറയാം? ദ സ്റ്റോറി ടീച്ചേഴ്സ് us that we need to be aware, be smart and always ask who really benefits from big decisions. ഇതിനെ കൺക്ലൂഡ് ചെയ്ത് നമുക്ക് എന്ത് പറയാം? വലിയ വലിയ തീരുമാനങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ സ്മാർട്ടായിരിക്കുക. ലോകം എന്ത് പറയുന്നു അത് വിശ്വസിച്ച് അതിൻ്റെ പുറകെ പോകാതെ ശരിക്കും ഇതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ, ആരാണ് ഇതിൽ നിന്നും ബെനിഫിറ്റ്സ് ഉണ്ടാക്കുന്നത് എന്ന് നമ്മളൊക്കെ ഒന്ന് ആലോചിക്കണം. ആൻഡ് ഈവൻ മോർ, ഇറ്റ് ഷോസ് ഹൗ നോളജ്, humor and courage can make a difference even if you are just a small town editor with a loud voice and sharp pen. വളരെ ചെറിയൊരു ടൗണിലെ ചെറിയൊരു എഡിറ്റർ ആണെങ്കിൽ പോലും നല്ല നോളജും നിങ്ങൾക്ക് നല്ല കറേജും ഉണ്ടെങ്കിൽ വലിയ വലിയ തീരുമാനങ്ങൾ പോലും എടുക്കാൻ നിങ്ങളുടെ പേനയ്ക്കും നിങ്ങളുടെ ശബ്ദത്തിനും കഴിയുമെന്ന് കൂടി ഈ കഥ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയാണ് ഈ ചാപ്റ്ററിനെ കുറിച്ചുള്ള വളരെ സിമ്പിളായ ഒരു സമ്മറിയും തീമും കൺക്ലൂഷനും ഓവർ റിവ്യൂവും ഒക്കെ. താങ്ക് യു.